വയനാട്ടിൽ ആത്മഹത്യ ചെയ്ത കോൺഗ്രസ് നേതാവ് എൻ വിജയന്റെ കുടുംബം ബാങ്കിൽ നിന്ന് ആധാരം തിരിച്ചെടുത്തു. ബത്തേരി അർബൻ ബാങ്കിൽ നിന്നാണ് രേഖകൾ തിരിച്ചെടുത്തത്. 63 ലക്ഷം രൂപയാണ് KPCC അടച്ചു തീർത്തത്. ഈ നടപടി പണ്ടേ ചെയ്തിരുന്നുവെങ്കിൽ 2 ജീവൻ ഇല്ലാതാകില്ലായിരുന്നുവെന്ന് എൻ വിജയന്റെ കുടുംബം പ്രതികരിച്ചു. DCC പ്രസിഡന്റിന്റെ രാജിയിൽ കർമ്മ എന്നൊന്നുണ്ടെന്നും കുടുംബം പറഞ്ഞു. പറഞ്ഞ കാര്യം അവർ ചെയ്തു തന്നു. ഞങ്ങൾ പണ്ടും ഞാനൊരു പ്രവർത്തനമൊന്നുമല്ല, ഞാൻ എൻ്റെ കുടുംബമായിട്ട് പോകുന്നൊരു മനുഷ്യനാണ്. ഇനി അങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണ് എൻ്റെ തീരുമാനം. ഈ പട്ടയത്തിന് ഞങ്ങളുടെ വീട്ടിലെ 2 ജീവന്റെ വിലയുണ്ട്. ഇത് കൊടുക്കേണ്ട സമയത്ത് അച്ഛൻ അപേക്ഷിച്ച് പറഞ്ഞപ്പോഴും യാചിച്ച് പറഞ്ഞപ്പോഴും ഇവരിത് എടുത്തു കൊടുത്തിരുന്നുവെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 2 ജീവൻ ഉണ്ടായേനെ. ആദ്യം അവർ ഞങ്ങളടുത്ത് പറഞ്ഞിരുന്നത് എൻ വിജയന്റെ എല്ലാ ബാധ്യതകളിൽ നിന്ന് തീർക്കുന്നായിരുന്നു പറഞ്ഞിരുന്നത്. അത് അവർ ഏകപക്ഷീയമായി ഈ 3 കാര്യങ്ങളെ KPCCക്ക് ചെയ്തു തരാൻ പറ്റുള്ളൂ, അത്രേ KPCCയുടെ ഫണ്ടുള്ളൂ എന്ന് പറഞ്ഞ സമയത്ത് ഞങ്ങളത് എഗ്രിമെന്റ് ഓക്കെ പറഞ്ഞതാണ്. ആ എഗ്രിമെന്റ് പ്രകാരമുള്ള കാര്യങ്ങളെല്ലാം ഇന്നത്തോടുകൂടി തീർന്നിരിക്കുകയാണ്. ഇത് പാർട്ടി വരുത്തിവെച്ച ബാധ്യത എന്ന് പറഞ്ഞതുകൊണ്ടാണ് അന്ന് ഞങ്ങൾ എഗ്രിമെന്റ് സൈൻ ചെയ്തത്. പാർട്ടി വരുത്തിവെച്ച ബാധ്യതയാണ് ഇതിൽ കൂടെ തീർന്നിരിക്കുന്നത്. പിന്നെ ബാക്കിയുള്ളതെല്ലാം ഞങ്ങൾ അതിന്റെ വഴിക്ക് നോക്കും. ഞാൻ അന്നും ഒരു പ്രവർത്തകയല്ല, ഇന്നും ഒരു പ്രവർത്തകയല്ല. രാഷ്ട്രീയത്തെ പറ്റിയിട്ട് കൂടുതലായിട്ട് സംസാരിക്കാനും എനിക്ക് അറിവില്ല. അദ്ദേഹം എന്തിനാണ് രാജിവെച്ചതെന്ന് KPCCയിലുള്ളവർ ഇതാക്കാം. പക്ഷെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെന്ന് വെച്ചാൽ കർമ്മ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഫൈസൽ നെടുമ്പാല ചേരുന്നുണ്ട്. ഫൈസൽ, അവർ പറഞ്ഞ ബൈറ്റ് കംപ്ലീറ്റ് ആയിട്ട്, അതായത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, ഇത് നേരത്തെ ചെയ്തിരുന്നെങ്കിൽ 2 ജീവനുകൾ രക്ഷിക്കാമായിരുന്നു എന്നുള്ളത്. അത് വൈകിപ്പിച്ചു എന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ, നേരത്തെ ഷംസാദ് തന്നെ അംഗീകരിക്കുന്നുണ്ട്, വൈകിപ്പോയി എന്നുള്ള കാര്യം. അതിൽ എത്രത്തോളം സംതൃപ്തരാണ് ഇപ്പോൾ വിജയന്റെ കുടുംബം? ഒപ്പം തന്നെ ഇന്നത്തെ രാജിയിൽ എന്തായിരുന്നു പ്രതികരണം? ദിവ്യ, ധന്യ, ഏറ്റവും പ്രധാനമായി പറയാനുള്ളത്, അതായത് പത്മജയുടെ വാക്കുകൾ തന്നെ കടമെടുത്താൽ ഈ പട്ടയത്തിന് 2 ജീവന്റെ വിലയുണ്ട് എന്നുള്ളതാണ് അവർ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രതികരിച്ചത്. അതിന് ഏറ്റവും പ്രധാനമായി നമുക്കറിയാം, എൻ വിജയന്റെ ആത്മഹത്യക്ക് പിന്നാലെ വലിയ തരത്തിലുള്ള വിവാദങ്ങളാണ്. അത് കോൺഗ്രസിനകത്തുള്ള സാമ്പത്തിക തിരിമറിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ് എൻ വിജയന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പുറത്തു വന്നത്. ഈ കുടുംബം പറയുന്നത് ഇതിനു മുമ്പ് തന്നെ, അതായത് എൻ വിജയൻ മരിക്കുന്നതിന് മുമ്പ് തന്നെ പലതവണ കോൺഗ്രസ് പാർട്ടിയോട് ഇതുമായി ബന്ധപ്പെട്ടിരുന്നു. ഈ ആധാരം തിരിച്ച് എടുത്തു തരണം, അല്ലെങ്കിൽ തന്റെ ബാധ്യതകളെ കുറിച്ച് കോൺഗ്രസ് പാർട്ടിക്ക് നേരത്തെ അറിവുണ്ടായിരുന്നു, ചോദിച്ചിരുന്നു എന്നതടക്കമുള്ള കാര്യമാണ് കുടുംബം പറഞ്ഞത്. അതിനുശേഷം മരണത്തിന് ശേഷമാണ് കോൺഗ്രസ് പ്രവർത്തകർ തങ്ങളെ വന്ന് കണ്ടതും ഈ എൻ വിജയന്റെ ബാധ്യതയായിട്ടുണ്ടായിരുന്ന മുഴുവൻ തുകയും അടച്ചു തീർക്കാമെന്നൊരു ഉറപ്പ് എൻ വിജയൻ മരിച്ച ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് കോൺഗ്രസ് നേതാക്കൾ പിന്നീട് പറഞ്ഞത് അത്രയും തുക, അല്ലെങ്കിൽ എൻ വിജയന്റെ മുഴുവൻ ബാധ്യത തീർക്കാനുള്ള പണം KPCCയുടെ കയ്യിലില്ല. പാർട്ടി വരുത്തി വെച്ചാൽ പാർട്ടി ബന്ധപ്പെടുത്തി, അതായത് ഇവരുടെ കുടുംബത്തിന്റെ ബാധ്യത, കുടുംബത്തിന്റെ പട്ടയം അർബൻ ബാങ്കിലാണ്. അപ്പോൾ അർബൻ ബാങ്കിലെ ബാധ്യത തീർത്തുകൊണ്ട് കുടുംബത്തിന് ഈ ഒരു പട്ടയം തിരിച്ചെടുത്ത് കൊടുക്കാമെന്നുള്ള ഉറപ്പിന്മേലാണ് എഗ്രിമെന്റ് ഉണ്ടാക്കുന്നത്. എഗ്രിമെന്റിൽ 3 കാര്യങ്ങൾ പറഞ്ഞിരുന്നു. കുടുംബത്തിനുള്ള, അതുപോലെ ഇവരുടെ ആശുപത്രി ചിലവ്, അതുപോലെ കുടുംബത്തിന്റെ വരുമാന മാർഗത്തിനുള്ള ചിലവ് കോൺഗ്രസ് കമ്മിറ്റി വഹിക്കാമെന്നും, അതുപോലെ ഈ അർബൻ ബാങ്കിൽ പണയം വെച്ച ഈ പറയുന്ന പട്ടയം എടുത്തു കൊടുക്കാമെന്നുള്ള 3 കാര്യങ്ങളാണ് ഈ എഗ്രിമെന്റിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ എഗ്രിമെന്റിൽ പ്രകാരം ജൂലൈ 30-നകം തീർത്തു കൊടുക്കാമെന്ന് ആദ്യം പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് ഇത് വൈകി എന്നുള്ള കാര്യം കോൺഗ്രസ് നേതാക്കൾ തന്നെ, ടി സിദ്ദിഖ് ഉൾപ്പെടെയുള്ള ആളുകൾ അതിനൊരു സാങ്കേതിക കാരണം മൂലമാണ് ഇത് വൈകിയത്. എന്നാൽ മനഃപൂർവ്വം ഇത് വൈകിച്ചതല്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്ന് തന്നെ വിശദീകരിച്ചതുമാണ്. അപ്പോൾ അതിനുശേഷം ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഴുവൻ തുകയും, അതായത് ബാങ്കിൽ അടക്കാനുള്ള മുഴുവൻ തുകയും KPCC അടച്ചു തീർത്തു എന്നുള്ളതടക്കം അതിന്റെ ഒരു ചാരിതാർത്ഥ്യമുണ്ട്, അല്ലെങ്കിൽ പാർട്ടി ഏറ്റെടുത്ത ഉത്തരവാദിത്യം പാർട്ടി നിറവേറ്റി എന്നുള്ളതാണ് KPCC നേതാക്കൾ ടി സിദ്ദിഖ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്നലെ പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇന്ന് ഈ അർബൻ ബാങ്കിലെത്തി കുടുംബം പട്ടയം തിരിച്ചെടുത്തത്. ഇതിൽ പാർട്ടി പറഞ്ഞ ഉത്തരവാദിത്തം, അല്ലെങ്കിൽ പാർട്ടി പറഞ്ഞ വാക്ക് പാർട്ടി പാലിച്ചു എന്നുള്ളതാണ് പത്മജ പറഞ്ഞത്.